എന്ന് പറഞ്ഞ് ഇ ഡി ഉദ്യോഗസ്ഥർക്കായി ഏജന്റുമാർ കോഴ ചോദിച്ചെന്ന ആരോപണത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി പരാതിക്കാരനായ അനീഷ് ബാബു പണം പിടുങ്ങാൻ വേണ്ടി മാത്രമാണ് തനിക്ക് നോട്ടീസ് അയച്ചതെന്ന് അനീഷ് ആരോപിച്ചു. ഏജന്റുമാർ സമീപിച്ചതിന് പിന്നാലെ തന്റെ ഫോണിലേക്ക് വിളിച്ചത് കൊച്ചിയിലെ ഇ ഡി ഉദ്യോഗസ്ഥരാണ്. തന്നെ ഭീഷണിപ്പെടുത്തിയത് ഇ ഡി ഉദ്യോഗസ്ഥൻ രാധാകൃഷ്ണനാണെന്ന് രാവിലെ പറഞ്ഞ പരാതിക്കാരൻ വൈകിട്ട് പേര് തിരുത്തി. പണം പിടുങ്ങാൻ നോട്ടീസ് അയക്കുന്ന തന്ത്രമാണ് ഇ ഡിയുടേതെന്ന് പരാതിക്കാരൻ തുറന്നടിച്ചു. പണം തന്ന ശേഷം ഇ ഡി ഉദ്യോഗസ്ഥനായ ശേഖരനെ പോയി കാണാനാണ് ഏജന്റുമാർ പറഞ്ഞത്. ട്രാപ്പ് നടക്കുന്ന ആ സമയത്ത് ഇവൻ എന്നോട് പറയുന്നതെന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് കൊടുത്ത് 2 ലക്ഷം രൂപ അവൻ്റെ കൈ കൊടുത്ത് പോയി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് അപ്പം 4:30 വൈകിട്ടായി. 5 മണിയാകുമ്പോഴത്തേന് നേരെ പോയി ശേഖരനെ പോയി കണ്ടോളാനാണ് പറഞ്ഞത്. എവിടെ വെച്ച് കാണാനാണ്? ഇ ഡി ഓഫീസിനകത്ത് ഒഫീഷ്യലി പോയി കാണാനാണ് പറഞ്ഞത്. ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, ലോകകാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇവർ ബാക്കി കഥയും പറഞ്ഞു, നിനക്ക് അവിടെ എന്തുമായിരുന്നു, ഇവിടെ എന്തുമായിരുന്നു, മറ്റേ എന്തുമായിരുന്നു, ഇവിടുത്തെ ഏത് ബിവറേജാണ് ഇവിടെ ക്യൂ നിൽക്കാതെ കിട്ടുന്ന ബിവറേജ് ഏതാണെന്ന് വരെ എന്നോട് ചോദിച്ചു. ഇ ഡിയുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഏജന്റുമാർക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടെന്നാണ് അനീഷ് പറയുന്നത്. തറ ഇരിയടാന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴത്തേക്ക് പേടിച്ചു പോയി. അപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു എല്ലാ ഇമോഷണൽ ഇതെല്ലാം അങ്ങ് ഞാൻ അപ്പോഴേക്കും കരഞ്ഞു പോയി. ഞാൻ തറയിലങ്ങ് ഇരുന്നു. ഇപ്പോൾ ഈ ഉണ്ടായ ഇൻസിഡൻ്റ് ഇല്ലേ, അത് കൃത്യമായിട്ട് ഇവൻ എന്നോട് കറക്റ്റായിട്ട് പിക്ചറൈസ് ചെയ്തു. ഇന്നത് നടന്നില്ലയോ എന്നോട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് മേലെ സുപ്രീം കോടതി ഇവർ നമ്മളെ ഒന്നും ചെയ്യത്തില്ല. അവർക്ക് വേറൊരു വിങ്ങാണ്. അവർ എന്തോ ട്രിബ്യൂണലിലോ അങ്ങനെ എന്തൊക്കെയോ അവർ പറയുന്നത്. എനിക്ക് കൃത്യമായിട്ടൊന്നും ഓർമ്മയില്ല. അവരെ ഒന്നും ചെയ്യില്ല എന്നാണ്. പിന്നെ ഞാൻ വിചാരിച്ച ചാവട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കംപ്ലൈൻറ്റുമായിട്ട് മുമ്പോട്ട് പോയത്. രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കവേ രാധാകൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥൻ മാനസികമായി പീഡിപ്പിച്ചെന്ന് അനീഷ് ആരോപിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇത് തിരുത്തി. രാധാകൃഷ്ണൻ അല്ല, വിനോദ് കുമാർ എന്നയാളാണെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. ഫോട്ടോ കണ്ടപ്പോഴാണ് ഉദ്യോഗസ്ഥനെ മനസ്സിലായത്. ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആ ഒരു പേരിനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇത് സാറിൻ്റെ പേരെന്താ? അല്ല ഇപ്പോൾ അപ്പോൾ വിനോദ് സാറാണ്. ഇപ്പോൾ രാധാകൃഷ്ണൻ സാറല്ലേ. ഇപ്പോൾ ഇതിൻ്റെ ന്യൂസൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണിച്ച സാറാണ്, വിനോദ് സാറാണ്. രേഖകൾ ഇല്ലെങ്കിൽ മറ്റു വഴികൾ കൂടി നോക്കണമെന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇത് കൈക്കൂലിയാണെന്ന് തനിക്ക് മനസ്സിലായിരുന്നില്ലെന്നും പരാതിക്കാരൻ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.